ഹായ് ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ കുറേ ആയാലും ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ മക്കളെ കൂട്ടിയിട്ട് ഇവിടെ അടുത്തുള്ളൊരു പാർക്കിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് തുറന്നിട്ടുള്ളതാണ്. അതിന് മുന്നേ തുറന്നിരുന്നു, പക്ഷേ പണികളൊക്കെ എപ്പോഴാണ് പൂർണ്ണമായിട്ട് കഴിഞ്ഞത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും പിന്നെ ഇവിടെ അടുത്തായതുകൊണ്ട് നമുക്ക് തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും കൂടി വന്നിട്ട് ഒരാൾ സഹായം ഇല്ലാതെ ബസ്സിന് കയറിയിട്ട് വരാം കേട്ടോ. 10 രൂപ എടുത്താൽ ഇവിടേക്കുള്ള ബസ് ചാർജേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവിടുന്ന്, അത്രേ ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് വലിയവർക്ക് 30 രൂപയെ ടിക്കറ്റ് വരുന്നുള്ളൂ കേട്ടോ. കുട്ടികൾക്കാണ് റേറ്റ് ഉള്ളത്, അതായത് 70 രൂപയുള്ളൂ. ഒരു സാധനത്തിൽ കയറുന്ന റേറ്റ് നമുക്ക് ഇവിടെ മൊത്തത്തിൽ കയറാനുള്ള ക്യാഷ് ആവുന്നുള്ളൂ. ഇതിലെല്ലാം നമുക്ക് ഈ ഒരു 70 രൂപ കൊടുത്താൽ കയറാം കേട്ടോ. മറ്റേത് ഈ ഒരു ഒന്നിൽ കയറാൻ തന്നെ 70 രൂപ വേണ്ടി വരും അല്ലേ. അപ്പോൾ ഏതായാലും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ മക്കളൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് കേട്ടോ. ഇത് വെള്ളച്ചാലാണ് വരുന്നത്. നമ്മുടെ തിരൂര് ഏരിയയിൽ വന്നിട്ടുള്ള വെള്ളച്ചാലം, ഈ ഒരു ഭാഗത്തുള്ള വെള്ളച്ചാലിലാണ് ഇത് വന്നിട്ടുള്ളത്. അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. നമ്മുടെ നെരുമട എന്ന് പറയട്ടത്, ഇതാണ് നെരുമട. പണ്ട് കാലത്ത് ആരൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതെന്നൊക്കെയാണ് കഥാപാത്രങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചരിത്രം കാര്യങ്ങളൊക്കെ കേട്ടുകേൾവിയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് ഏതായാലും ഇവിടെയൊക്കെ ഉള്ളിലൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് വരാം. അത്യാവശ്യം കുറച്ചൊക്കെ ഉള്ളിലോട്ട് പോകട്ടെ, പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ള സ്മെല്ലുകൊണ്ട് നമുക്ക് അധികം ഒന്നും പോകാൻ കഴിയില്ല. നല്ലോണം ഈ വവ്വാലുകൾ ഉണ്ടായതുകൊണ്ട് ഭയങ്കര സ്മെല്ലുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉള്ളിലോട്ട് നല്ലോണം വവ്വാലുകളുണ്ട്, നല്ലോണം സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ ചരിത്രമൊക്കെ കൂടുതലായിട്ട് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാവും. അത്യാവശ്യം നല്ല അറിയപ്പെട്ടൊരു ചരിത്രം തന്നെയാണ്. ഇതിനുള്ളിൽ ഒരുപാട് വഴികളുണ്ട്, പല റൂട്ടിൽ പോകാമെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ നമുക്കിതിനെ പറ്റിയിട്ട് വല്ലാതെ അറിയില്ല, നമുക്കിത് വലിയ വിശ്വാസവും ഇല്ല. ഇതിങ്ങനെ കണ്ടാൽ നമുക്ക് ആകെ ഒരു അത്ഭുതപ്പെട്ടു. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അത്രയും ഉയരത്തിൽ ഇങ്ങനെയൊക്കെ ആരുണ്ടാക്കിയെന്നുള്ളൊരു ഇതിൽ നമുക്ക് ആകെ അന്താളിക്കും നമ്മൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ. ഏതായാലും ഞങ്ങൾ അവിടെ നിന്നൊക്കെ കണ്ട് അധികം നേരം അവിടെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ, നല്ലോണം സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ മുകളിൽ അത്യാവശ്യം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, വെഡ്ഡിങ്ങിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആളില്ലാത്ത ടൈമിൽ വന്നാൽ നല്ലോണം ഫോട്ടോസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എടുക്കാം. അത്രയുണ്ട് കേട്ടോ, നല്ല വ്യൂ ആണ് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ്. അത്യാവശ്യം നല്ല ഫോട്ടോ എടുക്കാനുള്ള ഏരിയ ഉണ്ട്, അത് ഞാൻ പറയാം. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അത്രക്കും നല്ല ഫോട്ടോസ് എടുക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ഒരു ഏരിയക്ക് പോയാലാണ് കേട്ടോ ഫോട്ടോസ് നമ്മൾ പണ്ടത്തെ ഒരു വൈബിലേക്ക് പോകട്ടാ. അങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു വൈബാണ് കിട്ടുന്നത്. പക്ഷെ എനിക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ ഫോട്ടോസ് എടുത്ത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ഷെ പണികൾ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ആ സ്ഥലം. അടിപൊളിയാണ് കേട്ടോ അവിടെ ഇരുന്നിട്ടൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ, പക്ഷെ ഒന്നിനും നമുക്ക് പൈസ കൊടുക്കണ്ട. ഒരു വാട്ടറിൽ കയറ്റിയിട്ടുള്ളൊരു ബോട്ടുണ്ട്, അതിൽ മാത്രം പൈസ കൊടുത്താൽ മതി. ബാക്കി എല്ലാം ഫ്രീ ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ. നമുക്ക് ഇവിടെ പോകണം കേട്ടോ, എന്നാലേ നമുക്ക് കാര്യമുള്ളൂ കേട്ടോ. ഞങ്ങളൊരു ഊഞ്ഞാലിലൊക്കെ കയറിയിരുന്നു കേട്ടോ. വലിയവർക്ക് ആകെ അത് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാം, അത്രേ ഉള്ളൂ. മക്കൾ കളിക്കുന്നത് കണ്ടിട്ട് എൻജോയ് ചെയ്യാം, അങ്ങനെയാണ് കേട്ടോ. വലിയവർക്ക് പോയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഒരുപാട് ഐറ്റംസിൽ കയറാം. പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ നമുക്കൊരു വൈകുന്നേരം ഒരു അസറിൻ്റെ ശേഷമൊക്കെ വന്നാൽ മതിട്ടോ ഇങ്ങോട്ട്. എന്താന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ടാവും ഇവിടെ, അത്യാവശ്യം നല്ല പൊരി വെയിലാണ് ഇവിടെ. പക്ഷേ നമ്മൾ ഈ ഒരു ടൈം വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 4 മണിക്ക് ശേഷം വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വൈബിലിരിക്കുക. നല്ല എന്താ പറയുക, കാറ്റൊക്കെ കൊണ്ടിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു അതിൻ്റെ മുന്നായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്കൊന്നും ഇറങ്ങാൻ പോലും പറ്റില്ല, ഇവിടെ നിന്ന് ഒരാളും ഉണ്ടാവില്ല കേട്ടോ. അതിൻ്റെ ശേഷമാണ് കേട്ടോ ഈ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവുക. രാത്രി 9 മണി വരെ ഓപ്പൺ ആണ് കേട്ടോ. അത്രയും നമുക്ക് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യുക. രാത്രിയൊക്കെ നല്ലോണം രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. നാട്ടിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട്. ഏതായാലും നമ്മൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്കൊക്കെ ഒന്ന് പോയി വരാം, എളുപ്പത്തിൽ പോയി വരാമൊക്കെ ചെയ്യാം. പിന്നെ ഈ വെക്കേഷനല്ലേ, അവിടെ ദൂരത്തോട്ടൊക്കെ ഈ വെയിലൊക്കെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് പുറത്ത് പോകാനൊന്നും കഴിയൂലല്ലോ. അതായത് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൊണ്ടെടുക്കണം. അപ്പം അതുകൊണ്ട് ഇതുപോലെയൊക്കെ ചെറിയ അടുത്തൊക്കെ പാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മക്കളെ സന്തോഷിപ്പിക്കാം. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടായത് ഒരു മഹരിബ ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷം 6:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഇവിടുന്ന് ഞങ്ങൾ പോകുമ്പോൾ കേട്ടോ. 7 മണിൻ്റെ ബസ്സിനാട്ടോ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടായത്. കുറച്ചുള്ളൂ കേട്ടോ നമുക്ക് ഇവിടുന്ന് വീട്ടിലേക്ക് ഇവിടുന്ന് കുറച്ചുള്ളൂ. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിവിടെ വന്നത് തന്നെ. ആ ഒരു ടൈമിൽ വന്നതിന് ശേഷം ഒരുപാട് ടൈം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് നമുക്ക് ഫാമിലിയും പിന്നെ ഒരു ചെറിയ മീറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കാം, നമ്മളെ ഫ്രണ്ട്സിനും പിന്നെ
ഫാമിലിയൊക്കെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്പെൻഡ് ചെയ്യാം. അതായത് മക്കളെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അവരേതെങ്കിലും ഇതിലൊക്കെ അങ്ങനെ നടന്നോളും. അതായത് ഇതിൻ്റെ പുറത്തേക്ക് എൻട്രി ഇല്ലല്ലോ, ഒക്കെ ഫുള്ളായിട്ട് ഇവിടെ തന്നെയല്ല. അപ്പോൾ മക്കൾക്ക് കളിക്കാൻ പറ്റിയുള്ള ഏരിയകൾ അതൊക്കെ തന്നെ. അപ്പം ഞങ്ങളൊന്ന് പോവാൻ നേരത്തെ ഞങ്ങൾ നെരുമടൻ്റെ അവിടെ നിന്ന് പോയി നോക്കിയിട്ടാണ് രാത്രി ടൈമിൽ എങ്ങനെയാണ് അവിടുത്തെ വ്യൂ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു മഗ്‌രിബിൻ്റെ നേരം ആയപ്പോഴത്തേനൊക്കെ ഈ വവ്വാലുകളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിട്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയില്ല, ഇവിടെ നിന്നിട്ടൊന്ന് നോക്കി. അപ്പോൾ ഫുൾ അവിടെ ഇരുട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ നമുക്ക് എന്താ പറയുക, അങ്ങോട്ട് പോകാനുള്ളൊരു ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. അതായത് വേറെ ആരും ആ ടൈമിൽ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. പിന്നെ വെറുതെ വേണ്ടാത്ത വിളിച്ചെടുത്തേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഏതായാലും വീട്ടിലേക്ക് തിരിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇവിടെ നമുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താണ് മിഠായിൻ്റെയും ഐസ്ക്രീമിൻ്റെ ഒക്കെ ഷോപ്പുകളുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് പിന്നെ ഒരു കൂൾ ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ജ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് വിശന്നാലും ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നും ഇവിടെ നിന്നൊക്കെ തന്നെ കിട്ടും. അപ്പം മക്കൾ വല്ല ഹാപ്പി ആവും. അങ്ങനെ ഏകദേശം ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ കൂടി പോയതായിരുന്നു കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടെ നിന്നിട്ട്, അടിപൊളി വ്യൂ ആണ് കാണാൻ. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഈ പാർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഏതായാലും ചെറിയ പൈസക്ക് മക്കളെ സന്തോഷിപ്പിക്കാൻ പറ്റിയൊരു പാർക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്